ഇസ്ലാമിന്റെ ആവിർഭാവം അത് പ്രവാചകന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. ഇവിടെയുള്ള കേരളീയ ജീവിതവുമായി ഇണങ്ങി അതെ വളരെ സൗഹാർദ്ദത്തോടുകൂടി ബഹുസ്വരതയോടുകൂടി ജീവിച്ചു വരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ കേരളത്തിലെ സമൂഹം. അതിന് വ്യത്യസ്ത മതസംഘടനകൾ പരമ്പരാഗതമായി നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബഹുസ്വരതയ്ക്ക് പുറത്തെത്തുന്ന യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്നാൽ ചില താലിബാനിസ്റ്റുകൾ, അതായത് ആദ്യം സൂചിപ്പിച്ചു, അപ്പോൾ ബാക്കിലിരിക്കണ ഈ മാപ്പിള സഖാക്കൾ ഉണ്ടാവുമേ, അത് ഇനിയുണ്ടാവും, കമൻറ്റിലും ഉണ്ടാവും. എന്നിട്ട് ഓരോന്ന് സൂചിപ്പിച്ചിട്ട് ഇസ്ലാമിൻ്റെ ആവിർഭാവമൊക്കെ പറഞ്ഞിട്ട് ഇടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുക കേട്ടോ, സംഖ്യകൾ തോറ്റുപോകും. അതായത് ലോകത്താകമായി സോഷ്യലിസ്റ്റ് ഏരിയ തകർക്കുന്നതിന് വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം CIA-യുടെ പാഠശാലയിൽ തയ്യാറാക്കിയിട്ടുള്ള മദ്രസാ വിദ്യാഭ്യാസം അത് അഫ്ഗാനിസ്ഥാനിലും മറ്റു ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പഠിപ്പിച്ചതിന്റെ ഭാഗമായി ഇസ്ലാം എന്ന ഒരു മതം പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നിട്ട് ദാറുൽ ഹുദീക്കാണ് കയറി ചെമ്മാടെ. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന താലിബാനിസാണെന്നാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഞാൻ അത് മുഴുവൻ കാണിക്കണില്ല. സംഖ്യകൾ തോറ്റുപോകും. ഇതെന്താ പ്രശ്നം നിറങ്ങൾ? ചെമ്മാട് ദാറുൽ ഹുദയോട് സഖാക്കൾക്ക് വയൽ നികത്തലും മലിനജനവും ഒന്നുമല്ല പ്രശ്നം. സമരം അതിൻ്റെ പേരിലാണ്. അതിനെ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ അതാണെങ്കിൽ വയൽ നികത്തിയ സമീപത്തുള്ള എല്ലാ സ്ഥാപനങ്ങളോടും ഈ ശത്രുത ഉണ്ടാകണ്ടേ? അവിടെ ഒരുപാട് സ്ഥാപനം വേറെയുണ്ട്. സത്യത്തിൽ ഇത് ദാറുൽ ഹുദയോടും അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ താലിബാനിസാണെന്ന് പറഞ്ഞു വെക്കണം. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ബഹാവുദ്ദീൻ നദ്വി എന്ന് പറയുന്ന അവിടുത്തെ ഉന്നത മേലാധികാരി, അദ്ദേഹം സഖാക്കൾക്കെതിരെ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നു എന്നുള്ളതാണ് ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾ ആശയം കൊണ്ട് നേരിടി, അല്ലാതെ സന്ദേശ മോഡൽ സിനിമയിൽ പറയുന്നത് പോലെ എതിർക്കുന്നവരെ അവരുടെ പേരിൽ പെണ്ണ് കേസ് ഉണ്ടാക്കുക, പിരിവ് കൊടുക്കാത്ത സ്ഥാപനങ്ങളിൽ സമരം നടത്തുക. ഇതന്നെയല്ലേ ഇപ്പോൾ ദാറുൽ ഹുദയിലേക്ക് ഇവർ നടത്തിയ മാർച്ച്. കാണുന്നവർക്ക് എന്താണ് ഇത് ഭയങ്കര മലിനജന പ്രശ്നമുണ്ട്, അവിടെ നികത്തലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ അവിടേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്ന താലിബാനിസാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ പിന്നെ എങ്ങനെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇവിടെ രംഗപ്രവേശനം ചെയ്യാതിരിക്കുക? ഓലൊക്കെ മാറിക്കും, ശശികല മാറി നിൽക്കും. ആ പണിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്തതെന്ന് പറയേണ്ടി വരും. പിന്നെ വേറൊരാൾ പറഞ്ഞിട്ട് ഞങ്ങളാണ് ഇതൊക്കെ സ്ഥാപിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗത്തിൽ ഇങ്ങോട്ട് എന്തൊരു തള്ളാ ചങ്ങായിമാരെ തള്ളണത്. 1986 ഒരു ഓല ഷെഡിൽ തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകളില്ല, ലോകത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേഷനുള്ള ആയിരക്കണക്കിന് മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ ലോകമെമ്പാടും പറഞ്ഞയച്ച മഹാസ്ഥാപനമാക്കി ദാറുൽ ഹുദയെ വളർത്തിയത് സമസ്തയുടെ നേതാക്കളുടെ ആത്മസമർപ്പണവും നിശ്ചയദാർഢ്യമാണ്. അല്ലാതെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളെ ഔദാര്യം കൊണ്ടൊന്നല്ല. നിങ്ങളുടെ ഒരു ഔദാര്യവും ഇല്ലാതെ എന്ന് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ശത്രുതയെ അതിജീവിച്ചു കൂടിയാണ് കേരളത്തിൽ ഓരോ സ്ഥാപനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വളർത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ ശത്രുതയെ അതിജീവിച്ചുകൊണ്ട്. എന്നിട്ട് വലിയ വായിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുക, ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് പ്രവാസികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ചോര നീരാക്കിയതിൻ്റെ ഒരു വിഹിതം അങ്ങനെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളാണ്. ഇവിടെ പരീക്ഷ റിസൾട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു, നിങ്ങൾക്ക് ഭയങ്കര അരിശം കൊള്ളലുണ്ട് നിങ്ങൾ ഇല്ലേ? കെട്ടിടങ്ങൾ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് ശ്വാസം മുട്ടുണ്ടാകുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ആ സ്ഥാപനങ്ങളാണ് കേന്ദ്ര സർവകലാശാലകളിലേക്കും അന്താരാഷ്ട്ര സർവകലാശാലകളിലേക്കും വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നത്. അവിടെ താലിബാനിസ് അല്ല പഠിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 65 കുട്ടികളാണ് പഠിക്കുന്നത്. സമരം ചെയ്യുന്ന സഖാക്കൾ മനസ്സിലാക്കിക്കോ. ഇവിടുന്ന് അങ്ങോട്ട് വിട്ട തെക്കിൽ 50-ൽ താഴെയാണ് ഒരു ബാച്ചിലെ കുട്ടികളുടെ എണ്ണം. സ്വന്തം കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രകടനം നടത്താൻ ശേഷിയില്ലാത്ത അടിമക്കൂട്ടങ്ങൾ. നിങ്ങളാണോ ദാറുൽ ഹുദയെ മൂക്കിൽ വലിച്ചു കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള പ്രസംഗങ്ങളുമായി വന്നിട്ടുള്ളത്? ബഹാവുദ്ദീൻ നദ്വിയുമായിട്ടൊക്കെ പല ആശയവിയോജിപ്പുകളും ആശയപരമായിട്ട് വിയോജിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങനെ കയറി മേയൊന്നും വേണ്ട, അതിനൊന്നും ഇവിടെ ആരും സമ്മതിക്കൂല. ഈ ദാറുൽ ഹുദയിലേക്ക് CPM-ന്റെ മാർച്ച് പണ്ഡിതന്മാർക്കെതിരെയുള്ള വലിയ പരാമർശം കേട്ടപ്പോഴാണ്
ഇങ്ങനെ ഒരു കാര്യം തുറന്നാണ് പറയണമെന്ന് തീരുമാനിച്ചത്. മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ CPM ദാറുൽ ഹുദയിലേക്ക് നടത്തിയ മാർച്ചിലാണ് പണ്ഡിതന്മാർക്ക് നേരെ നടത്തിയ വെല്ലുവിളി. അത് സംഘപരിവാറിന്റെ ഭാഷയാണ്. ഇന്നലെ രാവിലെ CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാറുൽ ഹുദയിലെ മാലിന്യം ചുറ്റുപാടുകളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് മാർച്ച് നടത്തുകയാണ്. അതിനാരും എതിരല്ല, നിങ്ങൾ മാർച്ച് നടത്തിക്കോളി. സ്ഥാപനത്തിൽ നിന്നും മറ്റു മാലിന്യങ്ങൾ കാരണം ദുരിതം പേറുന്നതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അതിന് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. എന്നാൽ സ്ഥാപനത്തിന്റെ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ നദിവിയെയും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാർക്കെതിരെയും തിരിയുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാ? ഇത് CPM വ്യക്തമാക്കേണ്ടതുണ്ട്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണം. അതിൽ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ, എതിർപ്പുണ്ടോ? അതിനാരും എതിരല്ല. എന്നാൽ അതിന്റെ മറവിൽ പണ്ഡിതന്മാർക്കെതിരെ തിരിയുന്നത് CPMന്റെ അടുത്ത കാലത്ത് രൂപപ്പെടുന്ന സംഘപരിവാറിന് തുല്യമായ ഭാഷകളാണ്. മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം പണ്ഡിതന്മാരുടെ സംഘടനാപരമായ അഭിപ്രായങ്ങൾ ഉയർത്തി പിടിക്കുന്നത് തമ്മിലടിപ്പിക്കാനുള്ള ഒളി അജണ്ടയുടെ ഭാഗമാണ്. ഇത്തരം നയങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ CPMന്റെ നേതാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രത്യാഘാതങ്ങൾക്കിടവരുത്തും. CPMന്റെ RSS ലക്ഷ്യങ്ങൾ ജനം തിരിച്ചറിയണം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രൂപപ്പെടണം. മാർച്ചിന് ആധാരമായി അവരുന്നയിച്ച കാര്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. അതിന് കൃത്യമായ പരിഹാരം ദാറുൽ ഹുദ തന്നെ കണ്ടിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന സമയത്ത് ദാറുൽ ഹുദയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുത്തുബുസ്സമാൻ ഹയർ സെക്കൻഡറി സ്കൂൾ, CPM നേതാവിന്റെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം, ഇപ്പോൾ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഹൈലൈറ്റ് മാൾ എന്നിവക്കെതിരെ ഒന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാണാത്ത CPM ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ മാത്രം അത് കാണുന്നതിനെ കേവലം പരിസ്ഥിതി സ്നേഹമായി മാത്രം കാണാനാകില്ല. തിരൂരങ്ങാടി വില്ലേജുമായി ബന്ധപ്പെട്ട് അവസാന വയൽ നികത്തലിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് കുത്തുസബാൻ സ്കൂളിനാണ്. ഇടത് നേതാവിന്റെ ഉടമസ്ഥയിലുള്ള ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം പ്രവർത്തിക്കുന്നത് തന്നെ അനധികൃതമായി എന്നാണ് പറയുന്നത്. കടലിണ്ടിപ്പുഴ നശിപ്പിക്കും വിധം കെട്ടിപ്പൊക്കുന്ന ഹൈലൈറ്റ് മാളും അവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ ദാറുൽ ഹുദയിൽ മാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാണുന്നത് എന്തിനാണ്? എന്നിട്ട് വന്ന് പ്രസംഗിക്കുകയാണ്. ദാറുൽ ഹുദയിൽ CPM നടത്തിയ പ്രസംഗമാണിത്. താലിബാനിസവും ആടുമേക്കലുമാണ് പരിശീലനമായിട്ട് ദാറുൽ ഹുദ നൽകുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മദ്രസകളിൽ നിന്നാണ് താലിബാനിസം പഠിപ്പിക്കുന്നത്. എത്ര RSSനെ പോലും തോൽപ്പിക്കുന്ന പ്രസ്താവനകൾ. തങ്ങളുടെ എതിർഭാഗത്ത് മുസ്ലിം പേരാണെങ്കിൽ അവർക്ക് താലിബാനിസ്റ്റ് പട്ടം കൊടുക്കലാണ് ഇവരുടെ സ്ഥിരം പല്ലവി. കാരണം അവരുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് നമുക്ക് മനസ്സിലാക്കുക. ബഹാവുദ്ദീൻ നദിവിയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളാണ് മാർച്ചിന് ആധാരമെന്ന് അന്നം തിന്നുന്നവർക്ക് എല്ലാവർക്കും അറിയാം. സംഘികളെ തോൽപ്പിച്ചു കളഞ്ഞുട്ടോ നിങ്ങളൊക്കെ ഇതിലൂടെ. ഈ പ്രസംഗം കേട്ടപ്പോ CPM അവരുടെ തനി സ്വഭാവം, സംഘപരിവാരം മാറി നിൽക്കുന്ന തനി സ്വഭാവം പുറത്തെടുത്തു എന്നുള്ളത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. സ്ഥാപനത്തിന് മാലിന്യവുമായി ബന്ധപ്പെട്ടോ മറ്റോ അനധികൃതമായി നിങ്ങൾ മാർച്ച് നടത്തിക്കോ, പക്ഷെ മത നേതൃത്വത്തെയും മതത്തിന് അവിടെ പഠിക്കുന്ന കുട്ടികളും അവിടെ താലിബാനിസമാണ്, മറ്റേതാണ്, അങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വർഗീയത, അതായത് ശശികലക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളിയും അതേപോലെ തന്നെ PC ജോർജും സംഘപരിവാര മനോഭാവമുള്ള വർഗീയവാദികൾ ഇപ്പൊ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ജൽപ്പനങ്ങളെ പിടിച്ചുകൊണ്ടാണ് CPMന്റെ ഈ ഒരു പ്രസ്താവനയും ഈ പ്രസംഗവും ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.